കോഴിക്കോട് ബീച്ചിലെ ലഹരി മാഫിയ സംഘത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മേയർ ഒ സദാശിവൻ മീഡിയ വണിനോട്. പോലീസിന്റെ സഹായത്തോടെ മേഖലയിൽ സുരക്ഷ വർദ്ധിപ്പിക്കും. ലയൺസ് പാർക്കിന് സമീപം ഉടൻ സ്ട്രീറ്റ് ലൈറ്റ് സജ്ജമാക്കുമെന്നും മേയർ പറഞ്ഞു. ബീച്ചിലെ ലഹരി മാഫിയുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ഭീഷണി കഴിഞ്ഞ ദിവസം മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒഴിഞ്ഞ മദ്യക്കുപ്പികളും ഉപയോഗിച്ച സിറിഞ്ചും നിറഞ്ഞ കോഴിക്കോട് ബീച്ചിന്റെ മറ്റൊരു മുഖം മീഡിയ വൺ തുറന്നു കാട്ടിയിരുന്നു. 6 മണി കഴിഞ്ഞാൽ ലയൺസ് പാർക്കിന് സമീപം സാധാരണക്കാർക്ക് സുരക്ഷിതമായി പോകാൻ സാധിക്കില്ല. എന്നാൽ ബീച്ച് കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള നടപടികൾക്കൊരുങ്ങുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. പോലീസുമായി സഹകരിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും മേയർ ഒ സദാശിവൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഉപയോഗിക്കപ്പെടുന്ന സ്ഥിരമായ ചില വ്യക്തികളോ വിതരണം ചെയ്യുന്നവരോ ഉണ്ടാവാം. അത് നമുക്ക് കോർപ്പറേഷന് മാത്രം ഇടപെട്ട് പരിഹാരം കാണാൻ കഴിയുന്നൊരു പ്രശ്നമല്ല. അത് പോലീസിൻ്റെ ഒരു സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു ഗൗരവമായൊരു കാര്യമാണെന്ന് കാണുന്നുണ്ട്. അതിന്റെ ഒരു നല്ല പരിശോധന നടക്കുന്നുണ്ട്. വെളിച്ചമില്ലാത്ത ലയൺസ് പാർക്കിന്റെ മുഖച്ഛായ മാറുമെന്നും മേയർ ഉറപ്പു നൽകി. അവിടെ ലയൺസ് പാർക്കിന്റെ ഒരു വലിയ വികസനം വരുന്നുണ്ട്. ആ ലയൺസ് പാർക്കിന്റെ ഒരു വലിയ വികസനം എന്ന് പറയുന്നത് 15 കോടിയുടെ വലിയൊരു പദ്ധതിയാണല്ലോ വരുന്നത്. പക്ഷേ അതിന് മുന്നോടിയായി തന്നെ ഈ വെളിച്ചമില്ലാത്ത പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായ കാര്യം തീർച്ചയായിട്ടും ചെയ്യും. വർഷങ്ങളായി കോഴിക്കോട് ബീച്ചിലെ ശോചനീയാവസ്ഥയിൽ പ്രദേശവാസികൾ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയാണ് വിഷയം ഇത്രയും ഗുരുതരമാക്കിയതെന്നാണ് ആരോപണം. ഫുഡ് സ്ട്രീറ്റിനപ്പുറത്തേക്ക് കോഴിക്കോട് ലയൺസ് പാർക്കിന്റെ മുഖച്ഛായയും ഇനി മാറും. കൂടുതൽ സുരക്ഷിതമായി ആളുകൾക്ക് ഇങ്ങോട്ടെത്താമെന്ന് മേയർ ഉറപ്പു നൽകിയിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെയുള്ള മാറ്റങ്ങളും ഇവിടേക്ക് കൊണ്ടുവരുമെന്നും കോർപ്പറേഷൻ ഉറപ്പു നൽകി കഴിഞ്ഞു. നന്ദഗോപാൽ, മീഡിയ വൺ, കോഴിക്കോട്.